ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കുക്കർ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പാൽ പായസം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിങ്ക് പാൽപ്പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഉണക്കലരിയാണ്. ഉണക്കലരി നന്നായി കഴുകി വൃത്തിയാക്കി, നന്നായി ഞെരടി കഴുകി വൃത്തിയാക്കുക. ഇതേപോലെ നന്നായി ഞെരടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഒരു കുക്കറിനകത്തേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിത് കുക്കറിനകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 5 കപ്പ് പശുവിൻ പാലാണ്. 5 കപ്പ് പശുവിൻ പാല് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. സാദാ വെള്ളം 1 ഗ്ലാസ്. 1 ഗ്ലാസ് സാദാ വെള്ളം ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയും ചേർക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. ഇപ്പം അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ അടപ്പിട്ടുകൊണ്ട് ചെറിയ തീയിൽ 1/2 മണിക്കൂർ നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ പായസം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പായസം നമുക്കിവിടെ മാറ്റിവെക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ബദാം ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട് ഇതുപോലെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉണക്കമുന്തിരി അഥവാ റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഇവയെല്ലാം കൂടെ നമ്മുടെ പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തുകൊണ്ട് കൂടി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പിങ്ക് പായസം അഥവാ ഈസി കുക്കർ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ഗുഡ് ബൈ.